എൻ്റെ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പോകുന്നൊരു സ്ഥലമാണ് കൂമ്പാറ. കൂമ്പാറ എന്ന് പറയുന്നത് കക്കാടംപൊയിലേക്കൊക്കെ പോകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ കൂമ്പാറ ടച്ച് ചെയ്തിട്ടാണ് കേട്ടോ പോവുക. അടിപൊളി സ്ഥലമാണ്, നല്ല അടിപൊളി പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം എന്നൊക്കെ പറയില്ലേ, വെള്ളച്ചാട്ടവും കാടും അതുപോലെ റബ്ബർ എസ്റ്റേറ്റും, അങ്ങനെ ഫുൾ നല്ല രസമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും അതുപോലെ തന്നെ അച്ഛനും അനിയത്തിയും കൂടെയൊക്കെയാണ് പോകുന്നത്. കുളിക്കാനായിട്ട് പോയതാണ്. അവിടെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ പല്ലുതേപ്പും കുളിയും അലക്കലും ഒക്കെ ഈ ഒരു പുഴയിൽ നിന്നാണ് കേട്ടോ. ഈ വെള്ളച്ചാട്ടം വരുന്ന ഈ ഒരു സ്ഥലത്തു നിന്നാണ് കേട്ടോ. വെള്ളമുള്ള സമയത്ത്, അതായത് നല്ല ഒഴുക്കുള്ള സമയത്ത് നമുക്ക് അങ്ങോട്ടേക്ക് പോകാനേ പറ്റില്ല, അത്രയ്ക്ക് ഒഴുക്കായിരിക്കും. പക്ഷേ അല്ലാത്ത സമയത്ത് ഞങ്ങൾ ഇതേപോലെ കയറൊക്കെ കെട്ടിയിട്ട്, മരത്തിന് ഏതെങ്കിലും ഒരു മരത്തിൽ കയറൊക്കെ കെട്ടിയിട്ട് പിടിച്ച് സേഫ് ആയിട്ടാണ് നിൽക്കുക. കുഞ്ഞു മക്കളൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ ആയിരിക്കും കേട്ടോ, ശ്രദ്ധിക്കണം. ഞങ്ങളാണെങ്കിൽ തന്നെ ഒറ്റയ്ക്ക് ഇവിടെ പോകാറേ ഇല്ല. ഞാനിപ്പോൾ ഹസ്ബൻഡും അതുപോലെ തന്നെ അച്ഛനൊക്കെ ഉള്ളതുകൊണ്ടാണ്. പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ ആൻറ്റീൻ്റെ മക്കളൊക്കെ ഉണ്ടാവും. എന്തായാലും വീടിൻ്റെ മുറ്റത്ത് തന്നെ ഇതുപോലെ നമുക്ക് പ്രൈവറ്റായിട്ട് കുളിക്കാനും അലക്കാനൊക്കെ പറ്റിയിട്ടുള്ളൊരു സ്പേസ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഭാഗ്യമാണല്ലേ, അതും പ്രകൃതിദത്തമായിട്ട്. അപ്പോൾ അത് മാത്രമല്ല, അതിന് അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങളും ഉണ്ട്. ഞാൻ എന്തായാലും ഈ നല്ല ഒഴുക്കുള്ള സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന ഒരു ഒഴുക്കിൻ്റെ ശക്തി ഈ ഒരു വീഡിയോയിൽ അവസാനമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ.